കേരളത്തിൽ നിന്നുള്ള MP ആണ്, നമ്മുടെ കേന്ദ്ര മന്ത്രിയാണ്. നമുക്ക് കുറച്ചൊക്കെ പ്രതീക്ഷകൾ ഉണ്ടാകുമല്ലേ? എന്താണ് സുരേഷ് ഗോപി പറഞ്ഞത്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല അത് ആലപ്പുഴയാണെന്ന്, ജനസാന്ദ്രതയിൽ 1ാം സ്ഥാനത്ത് മലപ്പുറമാണെന്നും ഇതായിരുന്നു സുരേഷ് ഗോപിയുടെ നമ്മൾ ഇപ്പോൾ കേട്ട വാക്കുകൾ. പിന്നെയും പറയുന്നു കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയാണ്. ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല? ഇതാണ് കേരളത്തിലെ ഭൂപടം. ഈ കാണുന്നതിൽ ആ റെഡ് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ആലപ്പുഴ. നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് പോലും അറിയാം കേരളത്തിൽ ഏറ്റവും വലിയ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഇടുക്കിയാണെന്ന്. 2023 സെപ്റ്റംബറിലാണ് ഇടുക്കി വീണ്ടും 1ാം സ്ഥാനത്തേക്ക് എത്തിയത്. അതിനു മുൻപ് പാലക്കാടായിരുന്നു. എറണാകുളം ജില്ലയുടെ ഭാഗമായ കുട്ടമ്പുഴ, ആ കുട്ടമ്പുഴ വില്ലേജിലെ കുറച്ചു ഭാഗം ഇടുക്കിയിലെ ഇടമലക്കുടി പഞ്ചായത്തിലേക്ക് കൂട്ടിച്ചേർത്തു. അങ്ങനെയാണ് ഇടുക്കി വീണ്ടും 1ാം സ്ഥാനത്തേക്ക് എത്തിയത്. കേന്ദ്രമന്ത്രിയുടെ അറിവിലേക്ക് ഒരു കാര്യം കൂടി പറയുകയാണ്. ഈ കാണുന്നത് പോലെ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ദാ ഈ ചുവന്ന അടയാളത്തിൽ കിടക്കുന്ന ആലപ്പുഴ. ഇനി കേന്ദ്രമന്ത്രി പറഞ്ഞ അടുത്ത കാര്യം അത് ജനസാന്ദ്രതയാണ്. 2011 സെൻസസ് ഡാറ്റ പ്രകാരം അത് തിരുവനന്തപുരമാണ്. 2ാം സ്ഥാനത്ത് ആലപ്പുഴ, 3ാം സ്ഥാനത്ത് കോഴിക്കോട്, അത് കഴിഞ്ഞ് 4ാം സ്ഥാനത്താണ് മലപ്പുറമുള്ളത്. ഇനി ആലപ്പുഴയ്ക്കായി സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. 1, നെല്ല് സംഭരണത്തിന് നൽകാനുള്ള 2500 കോടി രൂപ വാങ്ങി കർഷകർക്ക് നൽകാൻ കഴിയും. കേന്ദ്രമന്ത്രിയാണല്ലോ. 2, ആലപ്പുഴം ടൂറിസം പദ്ധതിക്ക് പ്രത്യേക പാക്കേജ് ഒക്കെ അനുവദിക്കാം. അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. എയിംസിന് വേണ്ടി തമ്മിൽ തല്ലുന്നതിന് പകരം ഒരുപക്ഷെ അതിനായി പരിശ്രമിക്കാം.